നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ ബലിദാനികളായവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ ആദ്യ ഇര വാടിക്കൽ രാമകൃഷ്ണന്റെ വീട് അദ്ദേഹം സന്ദർശിച്ചു. സുരേഷ് ഗോപിയെ ആരതി ഒഴിഞ്ഞാണ് കുടുംബം സ്വീകരിച്ചത്. 5.5 പതിറ്റാണ്ട് മുമ്പ് CPM അക്രമികൾ കൊലപ്പെടുത്തിയ വാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യ ലീലയെ സന്ദർശിക്കാനാണ് സുരേഷ് ഗോപി എത്തിയത്. കമ്മ്യൂണിസ്റ്റ് അക്രമത്തിൽ കൊല്ലപ്പെട്ട പയ്യന്നൂർ അന്നൂരിലെ രാമചന്ദ്രന്റെ ഭാര്യ രജനി, മകൻ ദേവദത്ത്, മകൾ ദേവാംഗന, ധർമ്മടത്തെ സന്തോഷിന്റെ ഭാര്യ ബേബി, മകൻ സാരംഗ്, മകൾ വിസ്മയ എന്നിവരും തിരുവങ്ങാട്ട് ലീലയുടെ വീട്ടിലെത്തിയിരുന്നു. CPM അക്രമത്തെ തലമുറകളായി അതിജീവിക്കുന്നവരുടെ കൂടിച്ചേരലായി അത്. കേന്ദ്രമന്ത്രി എന്ന ഔദ്യോഗിക പരിവേഷങ്ങൾ മാറ്റിവെച്ച് മൂത്ത സഹോദരിയോടെന്ന പോലെ ലീലയോട് സുരേഷ് ഗോപി വിശേഷങ്ങൾ ആരാഞ്ഞു. ഓർമ്മയൊക്കെ എങ്ങനെയെന്ന് കുശലം ചോദിച്ചു. ബേക്കറി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഉപജീവനത്തിനായി ലീല വീട്ടിൽ ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്തിരുന്നു. സുരേഷ് ഗോപിയുടെ പിന്തുണയും സഹായവും നേരത്തെയും ലീലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. സഹോദരൻ സുമേഷിനോടും അദ്ദേഹം വിശേഷങ്ങൾ ചോദിച്ചു. എല്ലാവർക്കുമൊപ്പം അദ്ദേഹം ഏറെ സമയം ചിലവഴിച്ചു. വീണ്ടും വരുമെന്നും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ ഒരിക്കൽ കൂടി അവസരമൊരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 1969 ഏപ്രിൽ 28-നാണ് വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് CPM നേതൃത്വം തുടക്കം കുറിച്ചത് വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയായിരുന്നു. തലശ്ശേരിയിലെ പാവപ്പെട്ട ഒരു തയ്യൽ തൊഴിലാളിയായിരുന്നു രാമകൃഷ്ണൻ. സംഘാദർശത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അക്രമികൾ ഇല്ലാതാക്കിയതാണ് ഈ പാവത്തിനെ. രാമകൃഷ്ണന്റെ കൊലപാതകം കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതകം കൂടിയായിരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ കൊലക്കേസിൽ പങ്കാളിയായിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നത്. അതിനാൽ തന്നെ സുരേഷ് ഗോപിയുടെ സന്ദർശനത്തോടെ എന്തിനു വേണ്ടിയാണോ കമ്മ്യൂണിസ്റ്റുകാർ ചോര വീഴ്ത്തിയത് അതിനെയെല്ലാം മറികടന്ന് BJP കേരളത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന സന്ദേശമാണ് നൽകുന്നത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു ഏളക്കുഴി, MR സുരേഷ്, സംസ്ഥാന കൗൺസിൽ അംഗം MP സുമേഷ്, തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് K ലിജേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി K അനിൽകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ K അജേഷ്, K ഹരിദാസ് എന്നിവർ കൂടെ ഉണ്ടായിരുന്നു. അതേസമയം ഇന്ന് കൊച്ചിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുവൈറ്റിൽ മരിച്ച മലയാളികൾക്ക് ആദരമർപ്പിക്കും. കുവൈറ്റ് തീപിടുത്തത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ സജ്ജമാണെന്ന് അദ്ദേഹം ഇന്നലെ ഉറപ്പ് നൽകിയിരുന്നു. മരിച്ചവരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ 3:30 പുറപ്പെട്ട വിമാനം രാവിലെ 8:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് കൊണ്ടുവരുന്നത്. 23 മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ ഏറ്റുവാങ്ങും. തുടർന്ന് പ്രത്യേക ആംബുലൻസിൽ മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹങ്ങൾ പിന്നീട് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.